ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ വീണ്ടും പ്രവാസിയാകാൻ പോവുകയാണ്. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴിയെ കാര്യങ്ങളൊക്കെ പറയാവേ. ഞങ്ങൾ പാക്കിങ് തുടങ്ങിയത് തലേദിവസം രാത്രിയാണ് കേട്ടോ. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാക്കിങ് തന്നെ തുടങ്ങിയത്. കുഞ്ഞു വഴക്കായതുകൊണ്ടാണ് അത്രയും താമസിച്ചത്. എൻ്റെ മോൻ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? കരഞ്ഞൊരു വഴിക്കായിട്ടിരിക്കുവാണ്. അതിന് പ്രധാന ഒരു കാരണം ഞാൻ തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, അതാണ് കേട്ടോ കരച്ചിലിനുള്ള പ്രധാന കാരണം. കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ അനിയൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അത് നന്നാക്കിയിരുന്നു. പിന്നെ അവസാനം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ പുതിയ ഫോൺ വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഫോണിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഇവന് പോകാനുള്ള പല കാര്യങ്ങളും ആ ഫോണിൽ തന്നെ ചെയ്തു. പിന്നെ ഒട്ടും ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേന് അമ്മയുടെ ഫോണിലായിരുന്നു എല്ലാം ചെയ്തത്. അപ്പം അമ്മ ഫോണ് കൊണ്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് അപ്പം അത് കറക്റ്റായിട്ട് എല്ലാ സമയത്തും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ആയാലും കുറച്ചുകൂടെ നീണ്ടുപോയി. കാരണം ഫോൺ ഇല്ലായിരുന്നു, അതിനകത്തായിരുന്നു എല്ലാ കോൺടാക്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ഇരുന്നപ്പോഴാണ് ഫോൺ നമുക്ക് ശരിയാക്കി കിട്ടിയത്. പോകാനുള്ള പാക്കിങ്ങിൻ്റെയൊക്കെ ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഫോണാണെന്ന് കരുതി ഞാൻ എടുത്തുകൊണ്ട് പോയത് എൻ്റെ അനിയൻ്റെ ഫോണായിരുന്നു. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഞാൻ എടുത്ത് ചാരി വെച്ചാണ് താഴെ വീണു. ഉടനെ തന്നെ ഞാൻ ഓണാക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ഓണാവുന്നില്ല. ആ പാട് ഞെട്ടി അങ്ങ് പോയി. ഞാൻ വേവലാതിപ്പെട്ട് അവൻ്റെ കൊണ്ടുവന്ന് ഫോൺ കൊടുത്തപ്പോഴാണ് എന്നോട് പറഞ്ഞ ചേച്ചി ഇത് എൻ്റെ ഫോണാണ്, സത്യം എന്നെ ഇടുത്തി വെട്ടിയെന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ ഒരു ഫോൺ റെഡിയായി കിട്ടാൻ താമസിക്കുന്നതുകൊണ്ടാണ് അവന് പോകാൻ അത്രയും താമസിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവനെ നിന്ന് വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. തലയ്ക്കും കൈയെടുത്ത് ഓൾറെഡി ഒറ്റ ഇരിപ്പായിരുന്നു കേട്ടോ. അവനൊന്ന് വഴക്ക് പറയുക തല്ലുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോയി. അതുപോലെ എനിക്ക് വിഷമമായിപ്പോയി. കാരണം ഇത്രയും ഒരു താമസം വന്നിട്ട് ഈ ഒരു പോകാനുള്ള തലേദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് അങ്ങ് കരഞ്ഞു കേട്ടോ. ഇപ്പോൾ കണ്ട ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അത് മോങ്കുട്ടൻ വരച്ചതാണ്. അമ്പലത്തിൽ വഴിപാട് നിറഞ്ഞ് ചെയ്തതാണ്, അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഫ്രെയിം ചെയ്ത സമയത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചാനശ്ശേരി സാഫയിലായിരുന്നു കൊടുത്തത്. അപ്പോൾ ബൈക്കിൽ വെച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്കാണ് ഇതെല്ലാം വാങ്ങിയത്. ഇനി ഏതെങ്കിലും ദിവസം ഞാനോ അമ്മയെ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചാനശ്ശേരി തന്നെയാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ എല്ലാം ശരിയാക്കിയത്. അവൻ രാത്രി തന്നെ ഒത്തിരി പേരെ വിളിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് ഫോണൊന്ന് ശരിയാക്കി കിട്ടി. നമുക്ക് ഓണായി എല്ലാവരെയും ഒന്ന് വിളിക്കാൻ പാകമായപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആഹാരം കഴിച്ചത് അപ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം നമ്മൾ 3:30 ആയപ്പോഴത്തേന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോങ്കുട്ടൻ്റെ ചങ്കും കരളുമായിട്ടുള്ള കൂട്ടുകാരനാണ് വിഷ്ണു. അവൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മോങ്കുട്ടൻ അങ്ങോട്ട് കയറി പോവുകയാണ് എയർപോർട്ടിലോട്ട്. അപ്പം നമുക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കരയാതെ പിടിച്ചു നിന്നു. പിന്നെ കുഞ്ഞ് നമ്മൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനും കുഞ്ഞും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വരുന്നതും ഈ പ്ലെയിനൊക്കെ ഇത്രയും അടുത്തൊക്കെ കാണുന്നത് കേട്ടോ. ദൂരെ നിന്നുള്ള ട്രെയിനിൽ നിന്ന് പോലും ഞാനിത് കണ്ടിട്ടില്ല. അങ്ങനെ അത് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോങ്കുട്ടനെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ഓരോ വ്യക്തികളും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കാൻ വേണ്ടിയാണല്ലോ പ്രവാസികളായി തീരുന്നത്. അപ്പോൾ ഞാൻ അവനോട് യാത്ര പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ തിരിച്ചു വരുന്നത് സ്വന്തം വീട്ടിലേക്ക് ആയിരിക്കുമല്ലോടാണ്. നമ്മൾ വാടക വീട്ടിലാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആവണം എന്നാണ് ഞാൻ അവനോട് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞൊരു ഡയലോഗ്, 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരണമെന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നതല്ലേ. തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും പക്ഷേ അത്രയൊക്കെ വർഷങ്ങളാകും നമ്മുടെ കടങ്ങളെല്ലാം തീർത്തൊക്കെ എടുക്കാൻ വേണ്ടി. എന്തുമായാലും അങ്ങനെ പറ്റത്തില്ലെങ്കിലും കുറച്ച് സ്ഥലമെങ്കിലും മേടിക്കാനുള്ള വക കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവനെ യാത്രയാക്കി. സത്യം പറഞ്ഞാൽ അവന് കൂടുതൽ വിഷമം എന്നാന്ന് വെച്ചാൽ കുഞ്ഞിനെ കാണുമ്പോഴാണ് കൂടുതൽ വിഷമം. ആദ്യത്തെ തവണ അവൻ പോയപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒരു 3-4 ദിവസം ആയപ്പോഴാണ് അവൻ പോകുന്നത്. ഇത്തവണ കുഞ്ഞിനെ കണ്ടിട്ട് പോകുന്നതുകൊണ്ട് അതിലും കൂടുതൽ വിഷമമാണ് കേട്ടോ. അവനങ്ങോട്ട് കയറിപ്പോയപ്പം പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാമൻ എവിടെ പോയതാന്ന് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ടാറ്റ പറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുഞ്ഞ് ടാറ്റ പറഞ്ഞൊക്കെ നിൽക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പം കുഞ്ഞും അതുപോലെ തന്നെയാണ് നിന്നത്. അത് കഴിഞ്ഞ് അവൻ ഉള്ളിലോട്ട് കയറിപ്പോയപ്പോഴത്തേന് ഇത്തിരി ഒന്ന് സ്വഭാവം ഒന്ന് മാറി വരുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഇറങ്ങി വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാമൻ എവിടെ പോയി, മാമനെ കാണാൻ പോകണം, അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് അവൻ അകത്തേക്ക് കയറിപ്പോയി ചെക്കിങ്ങിന് വേണ്ടി. 7 മണിയൊക്കെ ആയപ്പോഴാണ് അവൻ ഫ്ലൈറ്റ് വരുന്നത്. നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു അവൻ പോകുന്നത് കാണാൻ വേണ്ടി. പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരുപാട് ഇരുട്ടിയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. കാരണം വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ അവൻ ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഓരോ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും കണ്ടുകൊണ്ട് നമ്മളവിടെ നിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു പ്രവാസി ഉദിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.